ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുകയാണെന്ന വാർത്ത പുറത്തുവന്നതോടെ സർക്കാർ വീണ്ടും ചോദ്യചിഹ്നമാവുന്നു. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കോടികൾ മുടക്കി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അവർ ഉണ്ടാക്കിയെടുത്ത വിവരങ്ങൾ എല്ലാം കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയാവുകയാണ്. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് 35 കേസുകളും പോലീസ് അവസാനിപ്പിക്കുന്നതെന്നാണ് വാദം. 21 കേസുകൾ അവസാനിപ്പിച്ചാണ് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി കേസുകൾ ഈ മാസം അവസാനിപ്പിക്കുകയും ചെയ്യും. മലയാള ചലച്ചിത്ര രംഗത്തെ ഇളക്കി മറിച്ചാണ് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ പുറത്തു വന്നത്. തൊഴിലിടത്തുണ്ടായ തിക്താനുഭവങ്ങളും സിനിമയിൽ അവസരം ലഭിക്കാൻ നേരിടേണ്ട വന്ന ദുരിതാനുഭവങ്ങളും വിവരിക്കുന്ന മൊഴികൾ ഞെട്ടിച്ചിരുന്നു. കമ്മിറ്റി ശുപാർശകൾക്ക് പിന്നാലെ മോശം അനുഭവങ്ങളുണ്ടായവർ പരാതിയുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിലെ വിവിധ അംഗങ്ങൾക്ക് മൊഴി നൽകി. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാതായിരുന്നു നോട്ടീസ് നൽകിയപ്പോൾ ഉള്ള മറുപടി. കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയച്ചു. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകൾ മൊഴി നൽകിയതോടെ 21 കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതി പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. ബാക്കി 14 കേസുകളിലും ഇതേ നിലപാടാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത്. ചിലർ കോടതിയിൽ മൊഴി നൽകാൻ മടി കാണിച്ചു. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റിയിലെടുത്ത എല്ലാ കേസുകളും അവസാനിക്കും. ഇതോടുകൂടി സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലാവും. രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും സർക്കാരിന്റെയും അടിമകൾ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്ന വിവരങ്ങളും പുറത്തുണ്ട്. കമ്മിറ്റിക്ക് മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു. 40 കേസുകളാണ് ഇത്തരത്തിൽ ഉടലെടുത്തത്. ഇതിൽ 30ഓളം കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷ്, മണിൻപിള്ള രാജു, രഞ്ജിത്ത്, സിദ്ദിഖ്, ജയസൂര്യ അടക്കമുള്ളവർക്കെതിരായ കേസുകളായിരുന്നു കുറ്റപത്രം നൽകിയത്. വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ മൊഴിയിലെ തുടർ നടപടികൾക്ക് വനിതാ പ്രവർത്തകർ തയ്യാറാകാതിരുന്നതോടെ എല്ലാം അവസാനിപ്പിക്കുന്നു. അവസരങ്ങൾ കുറഞ്ഞു, കുറ്റപ്പെടുത്തലുകൾ കൂടിയപ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരോട് തൊഴിലിടത്തെ അതിക്രമങ്ങൾ ഉന്നയിച്ചവർ നിങ്ങളാണ്. ഇതിനെതിരെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പലരെയും പൊട്ടന്മാരാക്കിയാണ് സർക്കാരും സിനിമാക്കാരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന രംഗം ഒഴിയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ മേഖലയിൽ തുടരും. കാരണം അതിന് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളടക്കമുള്ള എല്ലാവരും. ഇതിലും ഭേദം ആ റിപ്പോർട്ട് പുറത്തു വരാത്തതായിരുന്നു. കണ്ണടച്ച് ഇരുട്ടാക്കി മുന്നോട്ട് പൊക്കോളൂ. ഈ കൊള്ളരുതായ്മകൾക്ക് സർക്കാർ അവരുടെ അടിമകളും കൂട്ടുണ്ട്.